ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കിൻഡർ ഹോസ്പിറ്റലിൽ വെറും 10 ദിവസം പ്രായമുള്ളൊരു കുട്ടി മരിച്ചു പോയി എന്നൊരു വാർത്ത. അതിൻ്റെ പേരൻസ് കിൻഡർ ഹോസ്പിറ്റലിൽ വന്ന് ആ കുട്ടിയുടെ ശരീരമായിട്ട് നിന്ന് പ്രതിഷേധിക്കുന്ന ഒരു വാർത്ത ഓൾറെഡി നമ്മളെല്ലാവരും കണ്ടതാണ്. അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് ചെകഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, ഈ കുട്ടിയുടെ അമ്മേനെ 15-ാം തീയതി കൊണ്ടുപോയി അഡ്മിറ്റാക്കുന്നു, 16-ാം തീയതി പ്രസവിക്കുന്നു ഇൻ ദ സെൻസ് അവർക്ക് കുറച്ച് കോംപ്ലിക്കേഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ഈ അമ്മയ്ക്ക്. അതുകൊണ്ട് തന്നെ അവർ മാക്സിമം പ്രസവിപ്പിക്കാൻ തന്നെ നോക്കി. ഈ കുട്ടി പറഞ്ഞതാണ് അവരുടെ സെർവിക്സിൻ്റെ കാര്യങ്ങളൊന്നും ഓപ്പണിംഗ് ഒന്നും ഒത്തിരി ലാർജ് ആയിരുന്നില്ല കുട്ടി വരാൻ വേണ്ടിയിട്ട്. ആൻഡ് ഓൾസോ ഇവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ സിസേറിയൻ നടക്കേണ്ട സമയത്ത് സിസേറിയൻ നടന്നില്ല. അതിന് പകരം ഇവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ പ്രസവം, അതായത് നോർമൽ ഡെലിവറി ആക്കാനാണ് ശ്രമിച്ചത്. സത്യം പറഞ്ഞാൽ പല ന്യൂസുകളിൽ പല മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയും എങ്ങനെയെങ്കിലും സിസേറിയനാക്കി ഇവരുടെ നിന്ന് പൈസ മേടിക്കാൻ തോന്നുന്നു. പക്ഷേ ഇവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഈ കിൻഡർ ഹോസ്പിറ്റലിൻ്റെ മെയിൻ ഒരു ഹൈലൈറ്റ് എന്ന് വെച്ച് അവരിങ്ങനെ പോസ്റ്ററിലും കാര്യങ്ങളൊക്കെ എഴുതിയിരിക്കുന്നത് മാക്സിമം നോർമൽ ഡെലിവറി എങ്ങനെയാണ് ആക്കാം എന്നുള്ളതാണ്. പക്ഷേ എനിക്ക് പറയാനുള്ളത്, സിസേറിയൻ വേണ്ട സമയത്ത് സിസേറിയൻ തന്നെ വേണം. ഓക്കെ, നോർമൽ വേണ്ട സമയത്ത് നോർമൽ വേണം. അല്ലാതെ നോർമൽ ഉണ്ടായിരുന്ന ആൾക്കാർ സിസേറിയൻ ചെയ്യുകയും സിസേറിയൻ ഉണ്ടാകുന്ന ആൾക്കാർ നോർമൽ ചെയ്തിട്ട് കാര്യമില്ല. സംഭവം എന്താ പറ്റിയെന്ന് വെച്ചാൽ, കുറേ വൈകിപ്പോയി, കുട്ടി മഷി പോയിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര സീരിയസ് ആണ് കാര്യങ്ങൾ. എന്നിട്ട് പോലും അവരിത് സിസേറിയൻ ചെയ്തിട്ടില്ല, വാക്വം വെച്ചെടുക്കുകയാണ് ചെയ്തത് പറഞ്ഞിട്ട്. അപ്പം ഇത് പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോഴും ഡീറ്റെയിൽ ആയിട്ട് റിപ്പോർട്ട് വന്നിട്ടില്ല. പക്ഷേ ഇത് വീണതിൻ്റെ പ്രശ്നം കൊണ്ടാണ് ഈ കുട്ടി മരിച്ചത്, അല്ലെങ്കിൽ ശ്വാസകോശത്തിന് പ്രശ്നം ഉണ്ടായത് എന്ന് തന്നെയാണ് പോലീസ് സർജൻ പറഞ്ഞിരിക്കുന്നത്. ഡീറ്റെയിൽ റിപ്പോർട്ട് 2-3 ദിവസം കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ. പക്ഷേ എനിക്ക് പറയാനുള്ളൊരു മെയിൻ റീസൺ എന്ന് വെച്ചാൽ, സിസേറിയൻ വേണ്ട സമയത്ത് സിസേറിയൻ ചെയ്യേണ്ടത് തന്നെ വേണം. എന്നാലേ കുട്ടിക്കും അമ്മയ്ക്കും സുഖമായിട്ട് ജീവിക്കാൻ പറ്റത്തുള്ളൂ. വെറും 10 ദിവസമായ കുട്ടിയാണ്, വളരെ കാത്തിരുന്ന കുട്ടിയാണ്, വെറും 3 വർഷത്തോളം കാത്തിരുന്ന കുട്ടിയാണ്. ആ കുട്ടിയാണ് മരിച്ചു പോയത്. അപ്പോൾ വേദന ഉള്ളവർക്ക്, അതായത് അവർക്ക് നഷ്ടപ്പെട്ടവർക്ക് അതിൻ്റെ വേദന നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് എവിടെ വേണമെങ്കിലും പറയാം, ഓക്കെ ഇതെന്താ മാർക്കറ്റിങ്ങിൽ ശരിക്കും സിസേറിയൻ അല്ലേ, ഇവർ ശരിക്കും ആലോചിച്ചിട്ട് തന്നെയാണ്, ഇവർ എന്ത് വിട്ടിത്തരാണ് വിളിച്ച് പറയുന്നതൊക്കെ ഒരുപാട് കമൻസ് ഞാൻ കണ്ടിട്ടുണ്ട്. അവർക്കറിയാവുന്നതുകൊണ്ടാണ് അവർ പ്രതിഷേധമായിട്ട് അതേ ഹോസ്പിറ്റൽ, കിൻഡർ ഹോസ്പിറ്റൽ കളമശ്ശേരി, അതേപോലെ തന്നെ ഈ കിൻഡർ ഹോസ്പിറ്റലിനെ കുറിച്ച് വേറെ കുറച്ച് പരാതികളും കാര്യങ്ങളൊക്കെ നേരത്തെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയത്തില്ല എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന്. ആ ഒരു ഡോക്ടർ ഇവർ പ്രതിഷേധത്തിനോ കാര്യങ്ങൾക്കോ ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അവർ അകത്ത് കയറി റൂമും പൂട്ടിയിരിക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. പോകാനുള്ളത് പോയി, അവർക്ക് എന്ത് പോയി എന്നുള്ളതാണ്. എനിവേ സ്റ്റേ ട്യൂൺഡ് ടു മൈ ചാനൽ ഫോർ മോർ ആൻഡ് മോർ അപ്ഡേറ്റ്സ്. സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. താങ്ക് യു.